മലേഷ്യയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. പറഞ്ഞിരുന്ന സമയത്ത് തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ക്യാബ് വന്നു. ഇപ്പോൾ രാവിലെ ഒരു 10:30 ആയിട്ടുണ്ടാവും. ഇവരുടെ പേരാണ് രാജേശ്വരി. ഇന്ന് ഞങ്ങളെ കൊണ്ടുവന്നതും ഗൈഡും ഒക്കെ ഇവരാണ്. പുള്ളിക്കാരി തമിഴാണ്. ഇവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഇവിടുത്തെ തമിഴ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലതാണ്, അതൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. മലേഷ്യയിൽ തമിഴ് പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് മലേഷ്യയിൽ എവിടെ നോക്കിയാലും ഈ ടൂർ ഗൈഡിൻ്റെയൊക്കെ ജോലികൾ ചെയ്യുന്നത് തമിഴരായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഞങ്ങളിന്ന് കാണുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ ആദ്യത്തേതാണ് ബാട്ടു കേവ്സ്. ഇപ്പോൾ ഞങ്ങൾ ആ ബാട്ടു കേവ്സിൻ്റെ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. കോലാലംപൂരിൽ നിന്ന് 15 കിലോമീറ്ററാണ് ഈ ബാട്ടു കേവ്സിലോട്ടുള്ള ദൂരം. മലേഷ്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും വലിയ ഒരു മുരുകൻ്റെ ക്ഷേത്രമുള്ളത് ഈ ബാട്ടു കേവ്സിലാണ്. കോലാലംപൂരിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ബാട്ടു കേവ്സ്. ഇവിടെ ഇടതുവശത്ത് ഈ കാണുന്നത് ഒരു സ്കൂളാണ്. നമ്മുടെ രാജേശ്വരിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡൊക്കെ പഠിച്ച സ്കൂളാണെന്നാണ് അവർ പറയുന്നത്. അടുത്ത മാസം ഇവിടെ ഉത്സവമാണെന്നാണ് രാജേശ്വരി പറയുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇതാണ് മലേഷ്യയിലെ പ്രസിദ്ധമായ ആ വലിയ മുരുകൻ്റെ ടെമ്പിള് ബാട്ടു കേവ്സ്. ഇവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും മലേഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ ബാട്ടു കേവ്സ്. മലേഷ്യക്കാരല്ലാതെ ഏറ്റവും കൂടുതൽ ഇവിടെ സന്ദർശിക്കുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ തമിഴരാണ് ഏറെയും സന്ദർശകർ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ പോയൊരു ക്ഷേത്രത്തിൻ്റെ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇത് മലേഷ്യ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എവിടെ നോക്കിയാലും തമിഴായിട്ടുള്ള ആൾക്കാരാണ്, എവിടെ നോക്കിയാലും ഒരു തമിഴ് ടച്ചാണ്. മുരുകൻ്റെ സൈഡിലൂടെ കാണുന്ന ആ പടികൾ നടന്നു വേണം മുകളിലത്തെ ഗുഹയിലേക്ക് കയറാൻ. മുകളിലേക്ക് കയറാനുള്ള പ്രധാന ഗേറ്റാണ് ഇത്. ഞങ്ങളും എന്തായാലും സ്റ്റെപ്പ് കയറി മുകളിലത്തെ ഗുഹയിലേക്ക് പോകുവാണ്. ധാരാളം കുരങ്ങന്മാരെയും നമുക്ക് ഈ കയറുന്ന സ്റ്റെപ്പിൻ്റെ കൈവരികളിലും ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. അവരിങ്ങനെ സഞ്ചാരികൾ കൊടുക്കുന്ന ഫുഡൊക്കെ കഴിച്ച് അവരോട്ട് ഇണങ്ങിയാണ് വസിക്കുന്നത്. ഞാൻ ഇടയ്ക്കവിടെ വായിച്ചതാണ്, ഈ ബാട്ടു കേവ്സിലെ കുരങ്ങന്മാരൊക്കെ ഭയങ്കര അക്രമകാരികളാണ്, ഇവിടെ വരുന്ന സഞ്ചാരികളുടെ വസ്തുക്കളൊക്കെ അടിച്ചു മാറ്റുകയും തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അവിടുത്തെ കുരങ്ങന്മാരൊക്കെ അവിടെ വരുന്ന സഞ്ചാരികളായിട്ട് ഭയങ്കര മിങ്കിളായാണ് ജീവിക്കുന്നത്. അങ്ങനെ ദ്രോഹം ഉണ്ടാക്കുന്നതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. ഈ സ്റ്റെപ്പ് കയറി പോകുന്ന വഴിക്ക് കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കുന്നത് ഒരു നേർച്ചയായിട്ട് കരുതുന്നവരും ഉണ്ട്. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നഗരത്തെ വീക്ഷിച്ച് നിൽക്കുന്ന മുരുകൻ്റെ വലിയ പ്രതിമ കാണാം. ഞങ്ങൾ നടന്ന് പകുതി എത്തിയിട്ടേ ഉള്ളൂ. ആകെ 272 പടികളാണ് ഗുഹയിലേക്ക് നടക്കാനായിട്ടുള്ളത്. അത്രയും പടികൾ നടന്നു കയറി മുകളിലെ ഗുഹയിലേക്ക് പോകുന്നത് ദുഷ്കരമായി എനിക്ക് തോന്നിയില്ല. മുകളിലേക്ക് കയറും തോറും കുരങ്ങന്മാരെ നമുക്ക് ഒത്തിരി കാണാൻ കഴിയും. ഈ പാലൊക്കെ സഞ്ചാരികൾ അവിടെ വെച്ച് കൊടുക്കുന്നതാണ് ഈ കുരങ്ങന്മാർക്ക്. മക്കാക്ക് എന്ന ഇനത്തിൽപ്പെട്ട കുരങ്ങന്മാരാണ് ഇവയൊക്കെ. വലിയ ചുണ്ണാമ്പ് മലകൾക്കിടയിലാണ് ഈ ബാട്ടു ഗുഹകൾ ഉള്ളത്. കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപം കൊണ്ട ഗുഹകളാണ് ഈ ബാട്ടു കേവ്സിലേത്. ഞങ്ങളിപ്പോൾ 272 സ്റ്റെപ്പുകളും കയറി മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയ പൊത്തിനകത്തുനിന്ന് നോക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഇതാണ് ഗുഹയ്ക്കുള്ളിലേക്ക് കയറാനുള്ള പ്രധാന ഗേറ്റ്. അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള 2ാമത്തെ ഹിന്ദു ടെമ്പിളാണ് മലേഷ്യയിലെ ബാട്ടു കേവ്സ്. ഗുഹകൾക്കുള്ളിൽ വേറെയും പ്രധാന ഉപക്ഷേത്രങ്ങളുമുണ്ട്. കുറച്ച് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോൾ തന്നെ ആ ക്ഷേത്രങ്ങളെ കാണാൻ കഴിയും. ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. തലയ്ക്ക് ചുറ്റും ചുണ്ണാമ്പ് മലകളാണ്. ഗുഹയ്ക്കുള്ളിലെ പ്രധാന പ്രതിഷ്ഠയും വേൽമുരുകൻ തന്നെയാണ്. ഇവിടെ നിന്ന് 500 മീറ്റർ നടന്നാൽ മുകളിലത്തെ പ്രധാന ക്ഷേത്രത്തിലെത്താം. ഇതൊക്കെ ഈ അടുത്തിടെ പുതുതായി നിർമ്മിച്ച മണ്ഡപങ്ങളാണ്. അവിടെ നിന്നാണ് ഇതുവരെ ഞാൻ നടന്നു വന്നത്. ഇനി ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി പ്രധാന ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ഞാനൊരു വലിയ ഗുഹയ്ക്കുള്ളിലാണല്ലോ നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ പൊത്ത് കാണുമ്പോഴാണ്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി ഞാൻ വീണ്ടും നടന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാട് മൂടിപ്പോയ ഗുഹകളായിരുന്നു ഇതൊക്കെ. പിന്നീട് കോലാലംപൂരിൽ കുടിയേറിയ ചൈനക്കാരായിരുന്നു ഈ ഗുഹയെ വീണ്ടും കണ്ടെത്തിയത്. പിന്നീടും വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അതിനുശേഷമാണ് ഇവിടെ ഒരു മുരുകൻ്റെ ക്ഷേത്രം വരുന്നത്. നമ്മൾ താഴെ കണ്ട മുരുകൻ്റെ ആ വലിയ പ്രതിമ നിർമ്മാണം തുടങ്ങിയത് 2004 42.7 മീറ്ററാണ് പ്രതിമയുടെ ആകെ നീളം. 2006 അതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്.
ആ കാലത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിന്ദു ടെമ്പിൾ ഉണ്ടായിരുന്നത് മലേഷ്യയിലെ ഈ ബാട്ടു കേവ്സിലായിരുന്നു. ഇന്ന് ഉയരത്തിൽ ലോകത്തിലെ 2ാം സ്ഥാനത്താണ് ബാട്ടു കേവ്സിലെ മുരുകക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രമൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ താഴോട്ട് ഇറങ്ങി. ഗൈഡ് 1 മണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് ടൈം അനുവദിച്ചിരുന്നത്. ടെമ്പിൾ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അതുകൊണ്ട് വേഗം നടക്കുവാണ്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. ഞങ്ങളുടെ ഗൈഡ് രാജേശ്വരിയുടെ കൂടെ ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇനിയുള്ള യാത്രയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നതും ഗൈഡ് ചെയ്യുന്നതും രാജേശ്വരിയുടെ ഹസ്ബൻഡാണ്. പുള്ളിയുടെ പേര് പ്രസാദ് എന്നാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാട്ടു കേവ്സ് ദൂരെയായി. ഇവിടെ വെച്ച് രാജേശ്വരി ഞങ്ങളോട് ബൈ പറഞ്ഞ് പ്രസാദിൻ്റെ കാറിൽ കയറിക്കോളാൻ പറഞ്ഞു. നല്ല വെയിലും ചൂടുമാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കാറിലോട്ട് കയറി. ബാട്ടു കേവ്സിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനി പോകുന്നത് കുറച്ച് അകലേക്കാണ്. അതും ഒരു വലിയ മലയുടെ മുകളിലേക്കാണ്. ഞങ്ങളുടെ കാറ് മെയിൻ ഹൈവേയിലേക്ക് കയറി നല്ല സ്പീഡിൽ പോകുകയാണ്. ഇപ്പോൾ ഈ മലേഷ്യയിൽ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ്. ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെയാണ്. ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് ഈ മലേഷ്യയ്ക്ക് ഉള്ളത്. എവിടെ നോക്കിയാലും വനങ്ങളും വലിയ മരങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. அப்புறம் வந்து இண்டோ பார்க் இருக்கு. இண்டோ பார்க் வந்து ஒன்று வந்து நம்ம காட் வாங்கணும். நம்மளோட டச்சங்கோ காட் மாதிரி இருக்கும். அந்த மாதிரி காட் வாங்கி அதில் டாப் அப் பண்ணி கேம் விளாடலாம். இன்னொன்று வந்துன்னா 65 ரிங்கெட் ஒரு 5 கேம் இருக்கும். எக்ஸ்ட்ரீம் கேம் மாதிரி 65 வெள்ளி பிளேஷன் ரிங்கெட். அது வந்து எக்ஸ்ட்ரீம் கேம்லாம் உள்ளுக்குள்ள கேமு. அவுட்டோ வந்து 100+ வரும். அது வந்து டீம் பார்க் வெளியே. ஆனால் நீங்கள் மோஸ்ட்லி வந்து இண்டோ அந்த எந்த கேம் விளாடலாம். அது நம்மளும் அந்த காட் மாதிரி வாங்கிட்டு அந்த காட்டில் டாப் அப் பண்ணிட்டு ஜஸ்ட் யூ கேன் ப்ளே த நார்மல் கேம்ஸு. அப்புறம் வெளியே வந்து ஒரு லவர்ஸ் பார்க் மாதிரி இருக்கும், கார்டன் மாதிரி இருக்கும், விசிட் பண்ணலாம். அப்புறம் உள்ளுக்கு வந்து கெஷினோ விசிட். கெஷினோ நீங்கள் எவ்வளோ நேரம் சுற்றலாம். ஆனால் வந்து எந்த ஒரு என்ட்ரன்ஸ் ஃபீஸும் இல்லை. ஆனால் ஃபுல்லுக்கு ஃபோட்டோ மட்டும் எடுக்க விட மாட்டாங்க. ஸ்லோவாகவும் நீங்கள் அந்த இடத்துல இறங்கிக்கணும். அது நிற்காது. ஏன்னா வந்து கேபிளுக்கு வந்து சார் ரன்னிங் தான். വെയിറ്റ് പണിടുമോ അതോ സ്ലോ തന്നെ അതേ ഇടം தான். ഞങ്ങളിനി പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. ജെൻറ്റിൻ ഹൈലാൻഡിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത്. പ്രസാദ് അവിടുത്തെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നത്. കോലാലംപൂരിൽ നിന്ന് 41 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ജെൻറ്റിൻ ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. இங்க ஒரு 440 அந்த மாதிரி வந்துட்டீங்கன்னா கரெக்டா இருக்கும். அப்போ அங்க ஒரு நீங்க ஒரு 430ல நீங்க மேல அங்க ஏறிட்டீங்கன்னா இங்க ஒரு 445ல இங்க. പ്രസാദ് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് അകത്തേക്ക് കയറുവാണ്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ജെൻറ്റിൻ ഹൈലാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല വലിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മാളുകൾ വരെ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് കയറി വന്ന് ആദ്യം കാണുന്നത് ചെറിയൊരു കഫേ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. ഞങ്ങൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ജെൻറ്റിൻ ഹൈലാൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ കാർ സ്റ്റേഷൻ തപ്പി നടക്കുവാണിപ്പോൾ. ഇതൊക്കെ ഇവിടുത്തെ റെസ്റ്റിംഗ് ഏരിയകളാണ്. ഇവിടെ തന്നെ ചെറിയ ചെറിയ ബ്രാൻഡഡ് ഷോറൂമുകളും ചെറിയ ഹോട്ടൽസുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മൊത്തം 3 നിലകളിലായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പം മുകളിലോട്ട് പോകണം. മുകളിലാണ് കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് നേരെയാണ് സ്കൈവേ എന്നു പേരുള്ള ജെൻറ്റിൻ ഹൈലാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോകാൻ. ഇതിനകത്തും ചെറിയൊരു ഷോപ്പിംഗ് ഏരിയയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം മലേഷ്യ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഷോപ്പിംഗ് മാളുകൾ വെറുതെ കണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. മലയാളികൾക്ക് മലേഷ്യ ഒരു പരിധിയിൽ കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഒരു നിലയും കൂടി ഉണ്ട്. അതും കൂടെ കയറി നമുക്ക് മുകളിലെത്തണം. ഞങ്ങളിവിടെ എത്തിയത് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ.
ശരിക്കും ഈ ഭാഗങ്ങളൊക്കെ നടന്നു കാണാൻ തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വേഗം കേബിൾ കാർ സ്റ്റേഷനിലോട്ട് തന്നെ പോകുന്നത്. എസ്കലേറ്റർ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ഈ ഭാഗം വരെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. സ്റ്റേഷനിലേക്കുള്ള മെയിൻ വഴിയാണ് ഇത്. ഇവിടെ നിന്ന് തന്നെ 2 വേ കേബിൾ കാർ ടിക്കറ്റും എടുക്കണം. ഞങ്ങളുടെ ടിക്കറ്റ് ഏജൻസി നേരത്തെ ബുക്ക് ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ഇനി ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ വന്നപ്പോൾ ഇവൻ്റെ ടിക്കറ്റ് മാത്രമേ സ്കാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ടിക്കറ്റും കൂടെ സ്കാൻ ചെയ്യണമായിരുന്നു. ഇതുവഴി ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. നട്ടുച്ച സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഭാഗത്തൊന്നും വലിയ തിരക്കില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതലും സജീവമാകുന്നത് എന്ന്. ആ സമയം ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഫുള്ള് ക്യൂ ആയിരിക്കും. നമ്മളിപ്പോൾ കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അതിനുള്ളിലേക്ക് കയറാനുള്ള ക്യൂവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ കേബിൾ കാറുകൾ ആൾക്കാരെ കയറ്റാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് അതിനകത്ത് കയറുക വേണ്ടത്. ഞങ്ങൾക്കുള്ള കാർ തിരിഞ്ഞു വന്നപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് അതിനകത്ത് ചാടിക്കയറി. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിലും അകം ഭയങ്കര വിശാലമാണ്. ഒരു കേബിൾ കാറിനകത്ത് 9 പേർക്ക് വരെ ഇരിക്കാൻ കഴിയും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനത്തിൽ കയറുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കേബിൾ കാറിൻ്റെ ഡോറുകൾ പതിയെ അടഞ്ഞു. ഇനി ഇത് ഞങ്ങളെയും കൊണ്ട് മലമുകളിലേക്ക് പോകും. കാറുകൾ സ്റ്റേഷനിൽ നിന്ന് പതിയെ നീങ്ങി തുടങ്ങി. ഞങ്ങളോടൊപ്പം കയറിയതൊക്കെ ചൈനക്കാരും ഇന്തോനേഷ്യക്കാരും ആയിരുന്നു. ഇതിനെ മുകളിലേക്ക് തള്ളിവിട്ട സ്റ്റേഷനാണ് ആ കാണുന്നത്. ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ ജെൻറ്റിങ് ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ജെൻറ്റിങ് ഹൈലാൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ കാറിൻ്റെ പേരാണ് സ്കൈവേ. 1997 ഇതിവിടെ സ്ഥാപിച്ചത്. ഇനി എന്താണ് ഈ ജെൻറ്റിങ് ഹൈലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലെ ലാസ് വേഗാസ് എന്ന് വേണമെങ്കിൽ പറയാം. മലേഷ്യക്കാർ മലയുടെ മുകളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഉല്ലാസ നഗരമാണ് ജെൻറ്റിങ് ഹൈലാൻഡ്. സമുദ്രനിരപ്പിൽ നിന്നും 1740 മീറ്റർ ഉയരത്തിലാണ് ജെൻറ്റിങ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ ലാസ് വേഗാസ് എന്ന നഗരത്തിൻ്റെ മാതൃകയിലാണ് ജെൻറ്റിങ് ഹൈലാൻഡ് ഈ മലയുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ ബത്താം കല്ലി എന്ന സ്ഥലത്തു നിന്നും മുകളിലത്തെ ജെൻറ്റിങ് ഹൈലാൻഡ് വരെയുള്ള ആകെ കേബിൾ കാർ യാത്രാ ദൂരം വരുന്നത് 3.5 കിലോമീറ്ററാണ്. നല്ല തിരക്കുള്ള ഓരോ ദിവസത്തിലും 4000-ലേറെ സഞ്ചാരികളെയാണ് കേബിൾ കാർ വഴി ജെൻറ്റിങ് ഹൈലാൻഡിലേക്ക് എത്തിക്കുന്നത്. മലേഷ്യയുടെ ഉല്ലാസ നഗരമായ ജെൻറ്റിങ് ഹൈലാൻഡിലേക്കുള്ള ആകാശയാത്രയിലും നിബിഡ വനങ്ങളാണ്. ക്യാമ്പിളിങ്ങിന് പേരുകേട്ട സ്ഥലം കൂടിയാണ് ജെൻറ്റിങ്. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടീശ്വരന്മാരാണ് ദിനം പ്രതി ക്യാമ്പിളിംഗ് കളിക്കാൻ ജെൻറ്റിങ്ങിലേക്ക് എത്തുന്നത്. ഒരു വലിയ ക്യാമ്പിളിംഗ് സിറ്റി തന്നെ ഉണ്ട് ജെൻറ്റിങ് ഹൈലാൻഡ്. കേരളത്തിലെ മൂന്നാറിലെയും വാഗമണിലൊക്കെ കാലാവസ്ഥയാണ് ജെൻറ്റിങ് ഹൈലാൻഡിലുള്ളത്. ഈ കേബിൾ കാറിലൂടെയുള്ള യാത്ര മുകളിലത്തെ ടോപ്പ് സ്റ്റേഷൻ വരെ എത്താൻ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും എടുക്കും. ഇതിനിടയ്ക്ക് ഒരു സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. ഞങ്ങളെന്തായാലും ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞ ആ ഇടയ്ക്കുള്ള സ്റ്റോപ്പ് ഇതാണ്. ഞങ്ങളെന്തായാലും ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ചാടി ഇറങ്ങണം. നമ്മളിപ്പോൾ അത്രയും താഴത്തു നിന്നാണ് ഇതുവരെ വന്നത്. ഇനി ഇവിടെ നിന്നും മുകളിലോട്ട് പോകാനുണ്ട്. ഏറ്റവും മുകളിലാണ് ജെൻറ്റിങ് ഹൈലാൻഡ് ഉള്ളത്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് ചിൻസി ടെമ്പിൾ സ്റ്റേഷനിലാണ്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകണം. ഇവിടെ 1-2 ചൈനീസ് ബുദ്ധ ടെമ്പിളുകളുണ്ട്, അതുകൂടെ കാണണം.
ഇവിടെ നിന്നൊരു വാൻ സർവീസ് ഉണ്ട്, അത് ഫ്രീ ആണ്. അതിൽ കയറി വേണം താഴെയുള്ള ടെമ്പിളിൽ പോകാൻ. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. ഞങ്ങളിപ്പോൾ ഇവരുടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാൻ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് മുകളിലത്തെ സ്റ്റേഷനിൽ പോകും. ഇതാണ് ചിൻസി കേവ് ടെമ്പിൾ. ഒരു ചൈനീസ് ടെമ്പിളാണത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെയും കുറേ ചൈനീസ് ബുദ്ധ ടെമ്പിളുകളുണ്ട്. ഞങ്ങളും ഒരു ബുദ്ധ ടെമ്പിളിനകത്ത് കയറി. ഇനി ഇവിടെ നടന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പം അവിടെ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമ കാണാം. ശരിക്കും ജെൻറ്റിങ് ഹൈലാൻഡിലോട്ട് പോകുന്ന പകുതിയിലേറെ ആൾക്കാരും ഈ ചിൻസി ടെമ്പിളിൽ ഇറങ്ങാറില്ല. ശരിക്കും കേബിൾ കാറിൽ മുകളിലൂടെ പോകുന്നവർക്ക് ചിൻസി ടെമ്പിളിനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു മലയുടെ ഇടയിലാണ് ഇത്രയും വിശാലമായ ചിൻസി ടെമ്പിളും ഈ വലിയ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് സമയമില്ലാഞ്ഞിട്ട് കൂടിയും ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മൊത്തത്തിലൊരു സമാധാനം. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നിന്നു. ഇവിടെ വന്നിങ്ങനെ മണിയടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വലിയ ബുദ്ധൻ്റെ സൈഡിലായിട്ട് മലയിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിനെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ആൾക്കാർ കോയിൻസും പിന്നെ മലേഷ്യൻ റിങ്കറ്റ്സും ഡോളറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഞാൻ പിന്നെയും കുറച്ചുകൂടെ മുകളിലോട്ട് നടന്നു. ഇതൊക്കെ മല അരിഞ്ഞുണ്ടാക്കിയ വഴികളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നടന്നു വന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നപ്പോൾ സമയം വളരെ പെട്ടെന്നാണ് പോയത്. ഞങ്ങൾക്ക് ഇനി ആകെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ആ സമയം കൊണ്ട് മുകളിലത്തെ ജെൻറ്റിങ്ങിലെത്തണം. ഇനി ഇവിടെ നിന്ന് കാറിൽ മുകളിലത്തെ സ്റ്റേഷനിൽ പോയാലേ ജെൻറ്റിങ്ങിലോട്ട് പോകാനുള്ള കേബിൾ കാറിൽ കയറാൻ പറ്റത്തുള്ളൂ.
നമ്മളിപ്പോൾ ചിൻസി സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോയി കേബിൾ കാറിൽ കയറണം. ചിൻസി സ്റ്റേഷനും ദൂരെയായി. ഇനിയും മുകളിലേക്ക് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ആ ജെൻറ്റിങ് ഹൈലാൻഡിലോട്ട് അടുക്കുന്നുണ്ട്. മുകളിലോട്ട് കയറുന്തോറും നല്ലപോലെ മഞ്ഞ് വരുന്നുണ്ട്. അത്രയും ഉയരത്തിലാണ് ഇതിപ്പോൾ പോകുന്നത്. ജെൻറ്റിങ് ഹൈലാൻഡിലേക്ക് എത്തുവാണ് ഞങ്ങളിപ്പോൾ. ഇടതുവശത്ത് ഈ കാണുന്നതൊക്കെ വലിയ ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും തല ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതിലൂടെ കാണുമ്പോൾ എത്രത്തോളം അത് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും അനുഭവിച്ചപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. ഈ കാണുന്നതാണ് ജെൻറ്റിങ് ഹൈലാൻഡിലെ ഔട്ട്ഡോർ തീം പാർക്ക്. ഇത് നല്ല വലുതാണ്. 2021 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ജെൻറ്റിങ് ഹൈലാൻഡിലെ സ്കൈ അവന്യൂ എന്ന സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ കേബിൾ കാറും എത്തി. സ്റ്റേഷനിൽ നിന്ന് നേരെ ജെൻറ്റിങ് ഹൈലാൻഡിലെ ആ വലിയ മാളിലോട്ടാണ് ഞങ്ങൾ കയറി ചെന്നത്. ശരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവത്തില്ല. കാര്യം അത്രയ്ക്ക് വലുതാണ്. ജെൻറ്റിങ് സ്കൈ അവന്യൂ മാൾ എന്നാണ് ഈ മാളിൻ്റെ പേര്. മൊത്തത്തിൽ 4 നിലകളിലായാണ് മാളുള്ളത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് താഴേക്കാണ് പോകേണ്ടത്. ഞങ്ങളൊരു എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങുവാണ്. താഴോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ തീം പാർക്ക്. ആദ്യകാലത്തൊക്കെ ഈ ഒരു പാർക്ക് മാത്രമേ ജെൻറ്റിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് പുതിയൊരു ഔട്ട്ഡോർ പാർക്ക് കൂടെ ഈ അടുത്തിടെ പണിഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ചൈനീസ് ലാൻറ്റേൺസ് ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ചൈനീസ് തീമിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. ചൈനീസ് ഫെസ്റ്റിവൽ കഴിഞ്ഞ സമയത്തായിരുന്നു ഞങ്ങളിവിടെ ചെന്നത്. അതുകൊണ്ടാണ് ചൈനീസ് തീമിലുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് പോകണം. താഴെയാണ് ഇൻഡോർ തീം പാർക്കുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളത്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു ഏരിയ ആണ് ഇത്. ചൈനീസ് ന്യൂ ഇയറും മലേഷ്യക്കാരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി റെസ്റ്റോറൻറ്റുകളും കഫേകളൊക്കെയാണ്. ഞങ്ങൾ ഇതുവഴിയൊക്കെ കുറേ നടന്ന് കണ്ടു.
എല്ലാം നടന്നു കണ്ടപ്പോഴേക്കും ഞങ്ങളുടെ സമയവും കഴിഞ്ഞിരുന്നു. 4:30 താഴെ എത്തണമെന്നായിരുന്നു പ്രസാദ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് താഴെ പോകണം. മലേഷ്യയുടെ മായാലോകമായ ജെൻഡിങ്ങിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. വീഡിയോയിൽ കാണിച്ച കാഴ്ചകളെക്കാളും അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ജെൻഡിങ്ങിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ വല്ലാത്തൊരു നഷ്ടമാണ് മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. സമയപരിമിതി മൂലം കാണേണ്ട കുറേ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. എല്ലാം ധൃതി പിടിച്ചാണ് ഞങ്ങൾ കണ്ടു തീർത്തത്. മലയുടെ മുകളിൽ ഒരു വലിയ നഗരം തന്നെയാണ് മലേഷ്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. മലേഷ്യൻ യാത്രയിലെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിസ്മയങ്ങളുടെ ദിവസമായിരുന്നു ഇന്ന്. ഇനിയും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ കഴിയുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും നീളം കൂടിയ കേബിൾ കാർ യാത്രയും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ തന്നെയാണ്. കണ്ട കാഴ്ചകളുടെ എല്ലാം അനുഭവങ്ങൾ മനസ്സിലോർത്താണ് ഈ ജെൻഡിങ് ഹൈലാൻഡിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. സമയം ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ മഞ്ഞിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഞങ്ങൾ ഇറങ്ങിയ ചിൻസി ടെമ്പിളാണ് ആ കാണുന്നത്. കേബിൾ കാറിലൂടെ പോകുമ്പോൾ ടെമ്പിളിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ടെമ്പിളൊക്കെ പിന്നിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ. മലേഷ്യയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. മലേഷ്യയിലെ 3-ാം ദിവസത്തിലെ യാത്രകളുടെ അനുഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ഫ്രം ഫാരിസ്.